മഴക്കെടുതിക്കൊപ്പം തന്നെ ദാരുണമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും അതിദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടിമിന്നലേറ്റ് 2 പേർ മരണപ്പെട്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴായിരുന്നു ഈ ദാരുണ സംഭവങ്ങൾ ഉണ്ടായത്? ഭദ്ര, ഇന്ന് തൃശ്ശൂരിൽ രാവിലെ ഒരു 8:30യോടെ തന്നെ വലിയ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായ മഴയായിരുന്നു. ഈ മഴയ്ക്കൊപ്പം വലിയ രീതിയിലുള്ള ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ സമയത്തായിരുന്നു ഈ 2 പേർ ഇടിമിന്നലേറ്റ് മരണപ്പെടാനുണ്ടായ കാരണം. ഒരാൾ കുന്നംകുളത്തിനടുത്തുള്ള വേലൂർ സ്വദേശി 50 വയസ്സുള്ള ഗണേശനാണ് മരിച്ചത്. രണ്ടാമത്തെയാൾ വലപ്പാട് കോതകുളം സ്വദേശി 42 വയസ്സുള്ള നിമിഷ. ഈ 2 പേരാണ് ഇടിമിന്നലേറ്റ് ദാരുണമായി മരണത്തിന് കീഴടങ്ങിയത്. ഗണേശന് വീടിനുള്ളിൽ വെച്ചാണ് ഇടിമിന്നലേറ്റത്. വീടിന്റെ ഉമ്മറത്ത് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇടിമിന്നലേറ്റത്. ഉടൻ അവിടെയുള്ളവർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നിമിഷയ്ക്കാണെങ്കിൽ വീടിന് പുറത്ത് കുളിമുറിയിൽ വെച്ചാണ് ഇടിമിന്നലേറ്റത്. കുളിക്കുന്ന സമയത്ത് ഇടിമിന്നലേൽക്കുകയായിരുന്നു. കോതകുളം വാഴൂർ സ്വദേശി സുധീറിന്റെ ഭാര്യയാണ് നിമിഷ. 42 വയസ്സ് മാത്രമാണ് പ്രായം. രാവിലെ ഉണ്ടായ ഈ ശക്തമായ ഇടിമിന്നലിനിടെയാണ് ഈ 2 പേർക്കും അപകടമുണ്ടായത്. ഈ സമയത്ത് നിമിഷ കുളിച്ചിരുന്ന ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നു. അതുപോലെ തന്നെ ബൾബും ഇലക്ട്രിക് വയറുകളും എല്ലാം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഉടൻ അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് നിമിഷയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിമിഷയും മരണപ്പെടുകയായിരുന്നു. നിമിഷയുടെ മൃതദേഹം ഇപ്പോൾ വലപ്പാട് ദയ ആശുപത്രിയിലുണ്ട്. ഗണേശന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ നടപടികൾക്കെല്ലാം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാവിലെ ഉണ്ടായ കനത്ത മഴയ്ക്കൊപ്പം വലിയ രീതിയിലായിരുന്നു ഇടിമിന്നൽ ഉണ്ടായത്. ഈ 2 സ്ഥലവും 2 ഭാഗങ്ങളിലാണ് തൃശൂർ ജില്ലയുടെ ഉള്ളത്. ഒരു സ്ഥലം കുന്നംകുളമാണെങ്കിൽ നേരെ നിമിഷയുടെ വീടാണെങ്കിൽ തൃപ്രയാർ ഭാഗത്താണ്. അതായത് ഇതിന്ന് മനസ്സിലാക്കാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും 2 പേർ ദാരുണമായി ഇടിമിന്നലിൽ മരിച്ചിരിക്കുന്നു. തൃശ്ശൂരിലാണ് ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചിരിക്കുന്നത്. വേലൂർ സ്വദേശി ഗണേശൻ, കോതകുളം സ്വദേശി നിമിഷ എന്നിവരാണ് മരണപ്പെട്ടത്.